Hello guys, welcome back to my YouTube channel. അപ്പം തംബ്നെയിൽ കണ്ട പോലെ ജിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം നമ്മൾ ഓഗസ്റ്റ് 12 നാളെയാണ് ജിത്തുവിൻ്റെ ബർത്ത്ഡേ. ഇന്ന് ഓഗസ്റ്റ് 11 11:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ആദ്യം തന്നെ ജിത്തുവിൻ്റെ നാളിൻ്റെ അന്ന് ഞങ്ങൾ ചെറുതായിട്ട് അമ്പലത്തിലൊക്കെ പോയായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ട് വരാം. ഗൈസ് ഇന്ന് ജിത്തുവിൻ്റെ പിറന്നാളാണ്. ഗൈസ് അപ്പം ഇന്ന് എത്ര തീയതി? ഗൈസ് അപ്പം ഇന്ന് 29 ഓഗസ്റ്റ് ആണ്, അല്ല ജൂലൈ 29 ആണ്. ജിത്തുവിൻ്റെ പിറന്നാളാണ്. ഞങ്ങൾ ഇതാ അമ്പലത്തിൽ പോവാ. അജു ഉണ്ടായിരുന്നു, അജുന് കുളിക്കാൻ വയ്യാത്തതുകൊണ്ട് അജു വന്നില്ലെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ഞാനും ജിത്തും കൂടെ വന്നേക്കുക. അന്ന് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ വന്നില്ലേ, സെയിം അമ്പലം തന്നെയാണ്. ഓക്കെ, ജിത്തുവിനെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇന്ന് 11-ാം തീയതി ഓഗസ്റ്റ് 11 ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ സർപ്രൈസ്. ആൾ വിചാരിച്ചേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കേക്ക് കൊണ്ടുവരുമെന്നും മുറിക്കുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഭയങ്കര സന്തോഷമായപ്പം ആ കേക്ക് മുറിക്കുന്ന വീഡിയോ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ കേക്ക് മുറിക്കാൻ പോകണം. അപ്പം നാളെ ജിത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും പറട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഇവിടുത്തെ സെലിബ്രേഷൻ, ഫസ്റ്റ് സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് ബർത്ത്ഡേ. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സായന്തം മിസ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് എല്ലാം കണ്ടില്ലേ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുക. ഇത് ആക്ച്വലി ജാസുവിൻ്റെ ഗിഫ്റ്റാണ് ഞാൻ റാപ്പ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്ന് അറിഞ്ഞൂടാ, കാരണം ഇവിടെ മറ്റേ സെല്ലോ ടേപ്പ് ഒന്നും ഇല്ല. ഞാൻ എന്നിട്ട് മറ്റേ സ്റ്റാപ്ലർ ഉണ്ടല്ലോ, സ്റ്റാപ്ലർ വെച്ച് എങ്ങനെയൊക്കെ കവർ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാസുവിൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നതുകൊണ്ട് അവന് കവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഗിഫ്റ്റെല്ലാം എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചേക്കണേ. അപ്പം ഇതൊന്ന് പൊതിഞ്ഞിട്ട് വരാം. ഓക്കെ. അയ്യോ ഗൈസ്, ഞാൻ ഗിഫ്റ്റ് കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഗിഫ്റ്റ്, മനസ്സിലായി? ഇത് ജാസു കൊടുക്കുന്നതാണ്. ജാസു ഇസ് അവർ ജൂനിയർ. അപ്പം ഞാൻ ഇതൊന്ന് പൊതിയട്ടെ. ഇതെങ്ങനെ പൊതിഞ്ഞ് റെഡിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ റെഡിയാവുന്നു. ഓക്കെ, ഇപ്പം സമയം 11:30 കഴിഞ്ഞ്. നമുക്ക് സമയമില്ല, എന്നാലും എല്ലാം ചെയ്യണം ഇവിടെ. ഗൈസ് ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. എനിക്ക് സെല്ലോ ടേപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മടക്കി ഇവിടെ 2 സ്റ്റേപ്ലർ, ഇവിടെ 2 സ്റ്റേപ്ലർ അടിച്ച് വൃത്തിയൊന്നും നോക്കണം ഗൈസ്. പക്ഷെ നമുക്ക് സാഹചര്യ സന്ദർഭം മൂലം ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാണ് ഞാൻ പൊതിഞ്ഞു. ഇനിയിപ്പം ഞാനൊരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്. ഈ പെർഫ്യൂം ഇത് സത്യം പറഞ്ഞാൽ അവനറിയാം ഗിഫ്റ്റ് എന്താന്ന്, കാരണം അവനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇതൊന്ന് പൊതിയാം. ഓക്കെ, ഗൈസ് അങ്ങനെ അതിസാഹസികമായി എൻ്റെ വെറൈറ്റി രീതിയിൽ കണ്ടുപിടുത്തത്തിൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര കഴിവുണ്ടെന്ന്. ഉള്ള സാധനം കൊണ്ട് ഞാനിപ്പം മനോഹരമായ ഒരു മുട്ടായി ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ഗിഫ്റ്റും നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടെ ജാസു അജുൻ്റെ ലേപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ,
അപ്പം ഗൈസ് ഇതാണത്. ഈ സാധനം ഇതൊരു ഷർട്ട് എന്തോ ആണ്. ഇത് നമ്മളിപ്പം പൊതിഞ്ഞ ആ സാധനം ഫ്രെയിം. പിന്നെ ഇതൊരു പെർഫ്യൂം. പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് ഞാൻ പൊതിഞ്ഞിരിക്കുന്നു. ഇതിനുണ്ട് ഇതെന്തത് ഓട്ടയോ എളുപ്പത്തിനാ ഗൈസ്. ഇത് അവൻ തന്നെ എവിടെയോ കൊണ്ട് പൊതിച്ചത് കൊണ്ട് നന്നായി വൃത്തിയാക്കി കിട്ടിയിരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ബിലോ ഏതാ നല്ല പൊതിഞ്ഞതെന്ന്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ അയ്യോ അതിന് മുന്നേ ഒരു ബൊക്കയും കൂടി മേടിച്ചായിരുന്നു. ആക്ച്വലി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വരാൻ നേപ്പം ആ ബൊക്കയാണിത്. എൻ്റെ ഐഡിയ ആണ് ഗൈസ്. ഈ മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാണ്. കണ്ടോ നല്ല രസമില്ലേ? അപ്പം ഈ ബൊക്കയും കൂടെ മേടിച്ചിരുന്നു. അപ്പം ഇത്രയൊക്കെ ഇപ്പം കൊടുക്കുമ്പം ഈ ബൊക്കെ കൊടുക്കുന്നില്ല, നാളെ മോർണിംഗിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ വാട്ട് ഈ 3 ഗിഫ്റ്റ് ഇപ്പം കൊടുക്കും. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ പോയി റെഡി ആവണം. ഇപ്പം സമയം 11:45 ഇപ്പം ജാസു വരും. അപ്പം അജു കുളിക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാം. ഇനി അപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അജു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജാസുവും ചേട്ടനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങണം. അപ്പം അതുവരെ ടൈം ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പം ഞാനെന്താ പറയണ്ടത്, എനിക്കൊരു ഡൗട്ട്, ഞാൻ പെർഫ്യൂം ഇപ്പം കൊടുക്കണോ രാവിലെ കൊടുക്കണമെന്ന്. അപ്പം അജു പറഞ്ഞു ഇപ്പം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു നമുക്ക്. അപ്പം പിന്നെന്താ കൊടുക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബൊക്കയും പിന്നെ ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ ഒരു 4-5 വർഷമായിട്ട് എന്തെങ്കിലുമൊക്കെ കാർഡ് ആരുടെയെങ്കിലും ഇവളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും അവരുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഞാൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേ ബി ഞാൻ കാർഡ് ഉണ്ടാക്കും. പക്ഷേ അതിനകത്ത് പോളറൈറ്റ്സ് ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല, തിരക്കായി പോയതുകൊണ്ട് പോളറൈറ്റ്സ്. അപ്പം ഇന്ന് ഞാനും ജാസും കൂടെ ഈ പഞ്ചായത്ത് മൊത്തം ഞാൻ കറങ്ങി നടന്നു ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയ്ക്ക് വേണ്ടി. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ടും ഈ വൈകുന്നേരം ലേറ്റ് ആയതുകൊണ്ടും കടയൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് സോ ഐ എം ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നാളെ ജാസു എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എക്സാമിന് പോകുമ്പോൾ. അങ്ങനെ എന്നിട്ട് നാളെ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കണം. അപ്പോൾ ആക്ച്വലി ഈ ബൊക്കയും ഈ സപ്പോസ് ആ കാർഡ് റെഡി ആയാൽ അത് രണ്ടും മാത്രമേ സർപ്രൈസ് ആയിട്ടുള്ളൂ. വേറെ സർപ്രൈസ് കൊടുക്കാൻ എന്ന് വെച്ചാൽ അറിയാൻ മേലായിട്ടല്ല. പക്ഷേ ഞാൻ ഓർത്തു ഇനി എന്തിനാവും, ചിലപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് മേടിച്ചോണ്ട് വരുമ്പോഴായിരിക്കും ഈ സാധനമാണോ എന്ന് വിചാരിക്കാം. അങ്ങനെ പറയാറില്ല, അത് വേറെ കാര്യം. പക്ഷേ പിന്നെ ഓർത്തു പിന്നെ ഒരു 3 ടീഷർട്ട് അവനോട് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ ഏതാ നല്ലത് ഏതാ ചീത്ത, അവന് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ആയിരുന്നു നമുക്കിഷ്ടമുള്ളത് മേടിച്ചുകൊണ്ട് പോകും. അപ്പം പിന്നെ ആ ഒരു മൈൻഡായിരുന്നു. ഇപ്പം അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം കണ്ണാടി വെക്കണം. ഇവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, മനസ്സിലായോ? അപ്പം റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. അപ്പം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, 12 മണി കഴിഞ്ഞ് 1 മിനിറ്റുമായി. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് അവർ. ഞാൻ പോട്ടെ, ഗിഫ്റ്റൊക്കെ എടുക്കട്ടെ. Yeah. Happy birthday to you. Happy birthday to you. Happy birthday to you. 1 2 3. Happy birthday to you. Happy birthday to you. ഇത് പിടിച്ചോ എല്ലാവരും പിടിച്ചോ. ഗൈസ് പുതിയ ഭാര്യ കിട്ടി. ഞാനാ കെട്ടിയത്, അതറിയാമോ? ജിത്തു ആരും വിളിക്കാനില്ലെന്നൊക്കെ. അടുത്ത 5 കൂടെ അല്ല ഇവന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. ഇത് ഇവൻ കൊടുത്തോ, നീ കൊടുത്തോ. കൈയിടി അടുത്ത ഞാൻ ഇല്ല, എനിക്ക് കൊടുക്കണം. ചേട്ടൻ വീഡിയോ എടുക്ക. വാ അജുവ. ഇനി അടുത്തതായി നമ്മൾ അല്ലല്ല ഇങ്ങോട്ട് കയറി നിൽക്ക. രാജേഷ് ഓണർ അവതരിപ്പിക്കുന്ന പുതിയൊരു ഗിഫ്റ്റ്. പൊട്ടിച്ചൂടെ? ഞങ്ങൾ ഉണ്ടാക്കി. ഇത് പിന്നെ എല്ലാം ഇവന്റെ ഗിഫ്റ്റാണ്. എന്നാലും ഞങ്ങളെ തരത്തുള്ളൂ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ.
ഞാനും നോക്കട്ടെ എന്താ സാധനം എന്നറിയാം. എന്താ ആക്രമണം സെൻസർ ചെയ്യോ എന്റെ യൂട്യൂബ് ചാനൽ ഇവിടെ നിന്ന് കട്ടാക്കും. ഇത് കൊള്ളാട്ടോ. നല്ല ഗുണം. അപ്പൊ ഞമ്മളല്ലേ തന്നത്? 2 ചായ ഞങ്ങളാ കൊടുത്തത്. പക്ഷെ അവന് ഇവനോட സ്നേഹം. ഇനി ഇതൊന്ന് സൂം ചെയ്തോളൂ. പുതിയ ഭാര്യ കിട്ടിയിരിക്കുന്നു. വെറുതെ അല്ല ഭാര്യ, വെറുതെ അല്ല ഭാര്യ. നീ തിരിഞ്ഞു തന്നെ എന്നിട്ട് തിരിഞ്ഞേക്ക എന്നിട്ട് അടുത്ത പരസ്യം കഴിഞ്ഞിട്ട് കാണിക്കരുത്. അയ്യോ അങ്ങനെയല്ലടാ, ചെരിഞ്ഞിരിക്കാനാടാ എടാ. പരസ്യം കഴിഞ്ഞിട്ട് നമ്മുടെ വെറുതെ അല്ല ഭാര്യ ചീഞ്ഞ്. കണ്ടോ അവൾക്കറിയാം. അതെ എന്ത് കാണിച്ചേ ഇഷ്ടേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അടുത്തത് ചായ പ്രേമിലോട്ടെന്ന് കാണിക്കുന്നു. നാളെ ഗൈസ് അപ്പൊ ഇവൻ സ്റ്റോറി ഒക്കെ കാണുകയാണ്. അതാണ് ഇതിന്റെ റിയാക്ഷൻ. വേറെ ഒന്നല്ല, ഒരു പാട്ടിന് വേണ്ടി കറക്റ്റ് ഒരു ബർത്ത്ഡേ വന്നാൽ എല്ലാരും ഓരോ പാട്ട് ചിലപ്പോ ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും അവിടെ പ്ലേ ചെയ്യണത്. അല്ല ആരെ ചത്തിന അതായിരുന്നു ആ പാട്ട്. ചത്തിലെ ചില പാട്ട് ഇൻസ്റ്റയില് ജിത്തിന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഇടാൻ വേണ്ടി പാട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയിരിക്കും. അജു അതിന് മാറിയിരുന്ന അപ്പൊ പിന്നെ ചേച്ചി ഞാൻ എന്നും എണ്ണ വെക്കുന്നോണ്ട് അജു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഷാമ്പു ഇട്ട് കഴിയാം. പുതിയ ബ്യൂട്ടി വ്ളോഗർ. ഇതാണ് അടുത്ത പാട്ടിടാൻ പോകുന്നത് ജിത്തിന് ബർത്ത്ഡേക്ക്. ഹായ് ഗൈസ്, അപ്പം നമ്മളിതാ ജിത്തുവിൻ്റെ അടുത്ത് പോയി ഗിഫ്റ്റ് കൊടുത്ത് വിഷൊക്കെ ചെയ്തിട്ട് വന്നു. ഇപ്പം സമയം 2:44 ആയിട്ടുണ്ട് വെളുപ്പിന്. ഇനിയിപ്പം കിടന്ന് ഉറങ്ങണം, നാളെ എക്സാം ഉണ്ട്. അപ്പം പിന്നെന്താ, അപ്പം ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നാളെ. ഓക്കെ, ഹായ് ഗൈസ്, അങ്ങനെ നേരം വെളുത്തു. ഞങ്ങൾ എക്സാമിന് പോകുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലം, കണ്ടോളൂ. മനോഹരമായ പശുത്തുരുത്ത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് വന്നു. ഈ സാധനം കൊടുക്കാൻ പോലും താഴത്തേക്ക് കൊണ്ട് കൊടുക്കണം. തുറക്കില്ലേ, തുറക്കല്ലേ. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. ഓക്കെ, മഞ്ഞ കളർ നോക്ക്, മഞ്ഞ കളറ്. സൂപ്പർ ഗൈസ്. അങ്ങനെ കൊടുത്തിരിക്കുന്നു. വലിയ എക്സ്പ്രഷൻ ഒന്നും തോന്നിയില്ല. ഓക്കെ, നല്ല എക്സ്പ്രഷൻ ഒന്നും വന്നില്ല ഗൈസ്. ഞാൻ ചമ്മി. പിന്നെ ഒരു അടാർ ഐറ്റം വെയിറ്റിംഗ് ചെയ്യായിരുന്നു. അയ്യോ ഗൈസ്, അങ്ങനെ ജിത്തുവിൻ്റെ ഒരു വമ്പൻ ഗിഫ്റ്റും കൂടി ഉണ്ട്. അത് എടുക്കാൻ പറ്റത്തില്ല, അത് നമ്മൾ അവിടെ ചെന്ന് കാണേണ്ടി വരും. ഞാൻ ചിലപ്പം നല്ലൊരു ഗിഫ്റ്റാണ്, ഒരു അടാർ ഗിഫ്റ്റാണ്. അടാർ മീൻസ് നല്ലൊരു ഗിഫ്റ്റ്. ജിത്ത് പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ്, ഭയങ്കര വലിയതായിരിക്കും. അതൊരു ക്ലൂ തരാം. നല്ല വലിയ സാധനമായിരിക്കും. അല്ല ആനക്കുട്ടിയല്ലാണോ? പിന്നെ ആനക്കുട്ടീനെ വേളി എനിക്ക് ഭ്രാന്തല്ലേ. ആർക്കും കൊടുത്തിട്ടില്ലാത്ത സാധനം, പക്ഷേ നിനക്ക് മാത്രം തരുന്ന അത് വാല്യുബിൾ ഗിഫ്റ്റ് ആണ് ഗായ്സ്. സ്റ്റേ ട്യൂൺ. ഓക്കെ, ജിത്തുന് എക്സൈറ്റഡ് ആണ്. അത്ര ഓർക്കണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്,
കട. എന്താ അങ്ങനെ എനിക്കുണ്ടോ വല്ലതും? എന്ത് കള്ള പറയാനാണോ? സത്യം പറഞ്ഞാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വലിയ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു? എനിക്ക് തന്നില്ലേ ഞാൻ പ്രശ്നമുണ്ട്. അജിയോ തരുത്. ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ജിത്തുവിന് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്തോ ടീഷർട്ട് എങ്ങാണ്ട്. അപ്പം അത് മേടിച്ച് ഞാനും കണ്ടിട്ടില്ല, ഞാനും കാണാൻ എൻ്റെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, സാധനം വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഗൈസ്, നമ്മളപ്പം കഴിക്കാൻ പോവുകയാണ്. ഇവരിതുവരെ വിട്ടില്ല ഗൈസ് വലിയ ഗിഫ്റ്റ്. ഉള്ളതാ അത് ഇന്നത്തെ ദിവസത്തിന് ഏതെങ്കിലും സമയത്ത് തരും. ഓക്കെ, നമ്മൾ ഇനി കഴിക്കാൻ പോവാണ്. ജിത്തിന്റെ ചെലവ് കഴിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കാൻ വന്നേക്കാണ്. ഞാനും ചേട്ടനോ അജു ചെയ്തിത്തും മാത്രമേ ഉള്ളൂ. അജു കഴിച്ചു, ചതിച്ചു. അപ്പം നമുക്ക് 3 പേർക്കും ട്രീറ്റ്. എനിക്കാണ് ഈ അൽഫാം, ഞാൻ ഇതേ കഴിക്കുള്ളൂ, റൈസ് തിന്നില്ല. ഇങ്ങനെ കിടന്ന സാധനം കയ്യിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഓർഡർ ചെയ്ത സാധനം കിട്ടി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. ബട്ട് സ്റ്റിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എന്താ സാധനം എന്ന് ഞാനും കണ്ടിട്ടില്ല, കാണട്ടെ. പൊളിച്ച് പകുതിയായി. കൊഞ്ചേ കൊള്ളാം. എന്താ ജിത്ത് പറഞ്ഞേ? കൊള്ളാം. ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട്? തുറന്നു കാണീര്. എത്ര നീളം വരും? ഗൈസ്, അങ്ങനെ ജിത്തുനും ഇവൻ തന്നെയാട്ടോ ഓർഡർ ചെയ്തത്, ഞാനല്ല. അപ്പം എന്നെ പറയരുത് ആൾക്കാര്. ഗൈസ്, ബ്ലാക്കാ ഓർഡർ ചെയ്ത ആളെ, പക്ഷെ കിട്ടിയത് ബ്രൗൺ ആയി. നന്ദി. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാ കട്ടി കുറവാന്ന്. അടുത്ത പൊട്ടിക്ക് സാരില്ല, ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. കഴിച്ച ഫ്രണ്ട് കാണീര്. ഏത് കടയാന്ന് നോക്ക്. ഇതല്ലല്ലോ നീ ഓർഡർ ചെയ്തേ. ഇത് റെഡ് അല്ലേ? ഇതത് നീ അല്ലല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യും? ഇതെനിക്ക് കിട്ടിയതിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഇടുമ്പോ ഏതാ ചിലപ്പോ. ഗൈസ്, ഈ കളറല്ല അവൻ ഓർഡർ ചെയ്തത്. അത്ര അയ്യോ കൊള്ളാം. പക്ഷെ തുണിക്ക് കുഴപ്പമില്ല. അപ്പം ഇതൊന്ന്, ഇത് 2 ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറ്. മറ്റേ കാണിച്ചേ, ഇത് ഭയങ്കര ഇത്. പക്ഷെ 3 എനിക്ക് ഇത് വലിയ ഈ താല്പര്യം തോന്നുന്നില്ല. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ലതായിരിക്കും അല്ലേ? പക്ഷെ ഫോട്ടോയിൽ ഇതേ വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, ഞാൻ ഇടുമ്പോ സുന്ദരനായിട്ട്. പക്ഷെ ഫോട്ടോയിൽ ഇത് ഒരു സുഖമില്ല. ഇത് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് 3 ബർത്ത്ഡേ ഗിഫ്റ്റ്. ഗൈസ്, അപ്പം വൈകുന്നേരം 6:30 സമയമായി. നമ്മളിപ്പോൾ എല്ലാ ഗിഫ്റ്റും കൊടുത്ത് തീർന്നിട്ടില്ല. ഒരു ഗിഫ്റ്റും കൂടെ ബാക്കി വെച്ചുണ്ട്. ഇത് നോക്കുക എന്തായിട്ട് വരണ്ടേ. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. മറ്റേ ഞാൻ പറഞ്ഞ കാർഡ് ഉണ്ടാക്കണമെന്ന്. അപ്പം കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാഹസികമായ ഒരു സംഭരണത്തിലാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ ഉണ്ടാക്കിയ കാർഡ്. വി ആർ ഓൺ ദ വേ ടു കാർഡ്. ഹെൽപ്പർ. ഗൈസ്, ഇതാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ കാർഡ്, ബർത്ത്ഡേ കാർഡ്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സാധനമൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ കാണിക്കുന്നില്ല. ഗൈസ്, ഞങ്ങൾ അവനങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഈ റെഡ് സാധനം എന്തിനാണെന്നറിയാമോ? അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചാസു വന്നിട്ടുണ്ട്, അജുവും ഉണ്ട്, ഞാനും ഉണ്ട്. കൊടുത്തിട്ട് വരാം. കൊള്ളാല്ലേ? അമ്മണി പറഞ്ഞായിരുന്നു നമ്മൾ ജിത്തുവിനൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. നമുക്കപ്പം ജിത്തിൻ്റെ റിയാക്ഷൻ കാണാം. ഗൈസ്, ഞങ്ങളുടെ ശശിയായിട്ട് നിൽക്കുക ഗൈസ്. ഞങ്ങളൊരു 10-15 മിനിറ്റ് ആയിട്ട് ജിത്തുവിനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. പക്ഷെ അവൻ ഇതുവരെ വന്നില്ല ഗൈസ്, വന്നില്ല. അപ്പോൾ നമ്മൾ ജിത്തുവിന് കൊടുക്കാന്ന് പറഞ്ഞ വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഗിഫ്റ്റ് ഉണ്ട്. അല്ലോ, ഗിഫ്റ്റ് പോരട്ടെ.
ഇതാണ് നമ്മുടെ ജിത്തുന് കൊടുക്കാനിരുന്ന വലിയ ഗിഫ്റ്റ് ഗൈസ്. റിയാക്ഷൻ വീഡിയോ ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടതെന്നാണ് ഗൈസ് തോന്നുന്നത്. ഒടുക്കത്തെ ഗിഫ്റ്റോ? കുറച്ചു നേരം കൊണ്ട് ഗൈസ് ഇവരെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയുള്ള ഗൈസ് ഗിഫ്റ്റ്, ഇത്രയുള്ള ഗൈസ്. റിവ്യൂ പറ. മികച്ച രീതിയിലുള്ള ഗിഫ്റ്റാണ്. ജീവിതത്തിൽ ആർക്കും ഗിഫ്റ്റിനെ പറ്റി 2 വാക്ക് പറയാനായിട്ട് ശ്രീജിത്ത് പിന്നെ വിളിക്കുന്നു. മികച്ച ഗിഫ്റ്റാണ്. ജീവിതത്തിൽ ആർക്ക് ഇത് ലഭിച്ചാലും അവർക്ക് വലിയൊരു ട്രോഫി ആയിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു നിനക്ക് മാത്രമുള്ള വാല്യുബിൾ ഗിഫ്റ്റ് ആണെന്ന്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ കിട്ടാനാ? ഞാൻ തൗഫീഖിനെ പ്രതീക്ഷിച്ചിരുന്നേ, പക്ഷെ കിട്ടിയതിനെക്കാട്ടും ഗുഡ്. കുഴപ്പമില്ല. നെക്സ്റ്റ് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഗിഫ്റ്റ് ആണ് ഗൈസ്. അപ്പൊ ലാസ്റ്റ് മറ്റേ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ആ ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം. ജിത്തു വണ്ടി വരുന്നുണ്ടോ നോക്കണ്ടേ? ഓക്കെ, ഓപ്പൺ അപ്പ്. ഓപ്പൺ യുവർ ഐസ്. ഇത് അങ്ങ് ഉണ്ടാക്കിയാണോ? ഫ്രണ്ട് കാണിച്ചോളൂ. അല്ല, ചുമ ഒന്ന് പെട്ടെന്ന്. ഇത് എത്ര ദിവസം എടുത്തു വരയ്ക്കാൻ? അല്ല മീൻസ് എഴുതാൻ ഒരു 5 മിനിറ്റ്. സൂപ്പർ. താങ്ക് യു. അപ്പം ഗൈസ്, ഇന്ന് ജിത്തുവിന്റെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ട് സഹിച്ച് ക്ഷമിച്ചിരുന്നവർക്ക് ഏവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, ബൈ പറ. ബൈ. അജു ബൈ ഗൈസ്. അയ്യോ, എനിക്ക് സാധനം കിട്ടിയില്ല ഗൈസ്. ബൈ ഗൈസ്, ബൈ ഗൈസ്. അങ്ങനെ ബർത്ത്ഡേ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. ബൈ. ബർത്ത്ഡേക്കാരൻ ഹാപ്പിയാണോ? അർജുൻ ദാസ് ചോദിച്ചതെന്ത്? നീ പറ മോനെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ? എല്ലാ ഗിഫ്റ്റും വളരെ നന്നായിരുന്നു. ചേട്ടൻ വളരെ ഹാപ്പിയാണ്. അജുനോട് 2 വാക്ക് ചോദിക്കാം. അജുന സൈനുദ്ദീൻ. അജു തളർന്നു. കോളേജിൽ നിന്ന് ഒരു സർപ്രൈസ് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.